अस्सलामुअलैकुम वरहमतुल्लाहि तआला वबरकातुहू। बिस्मिल्लाह अल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशरफिर रसूलिल्लाह व अला आलिहि वसहबिहि अजमईन। അപ്പോൾ നമ്മുടെ 2020-21 അധ്യയന വർഷത്തെ ആദ്യത്തെ സാമൂഹിക ശാസ്ത്രത്തിലെ ആദ്യത്തെ ക്ലാസ്സാണ് നാം ഇന്ന് ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ ടെക്സ്റ്റ് NCERT സിലബസിലെ 7th ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന 7th ക്ലാസ്സിലെ സിലബസ് ആണ് നമ്മുടെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അത് 2 പാർട്ട് ഉണ്ട്, മനസ്സിലായോ? സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്, സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന ടെക്സ്റ്റാണ്. രണ്ടാം പാർട്ടായ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. അതിലെ ഒന്നാമത്തെ പാഠം ഈക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസി മനസ്സിലായോ? അതാണ് നമ്മുടെ രണ്ടാമത്തെ ടെക്സ്റ്റായ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിലെ ഫസ്റ്റ് ചാപ്റ്റർ 1 ഈക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ജനാധിപത്യത്തിലെ സമത്വം. ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും തുല്യ നീതി, മനസ്സിലായോ? പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒരേ നീതിക്കാണ് എന്താ പറയുക, ഒരേ കാഴ്ചപ്പാട്, എല്ലാവർക്കും ഒരേ നീതി, മനസ്സിലായോ? പാവപ്പെട്ടവർക്ക് എഡ്യൂക്കേഷൻ നൽകുന്നു, പുവർ മാന് അത് നൽകുന്നില്ല. അത് ഈക്വാലിറ്റി ഇല്ല, അത് അസമത്വമാണ്, മനസ്സിലായോ? അപ്പോ എല്ലാവർക്കും തുല്യ അവസരം നൽകുന്നതിനാണ് എന്താ പറയാ, സമം. പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും മുതലാളികൾക്കും പാവപ്പെട്ടവർക്കും മുതലാളികൾക്കും ഒരേ അവസരം, മനസ്സിലായോ? തുല്യ നീതി, അതാണ് എന്ത് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം. അപ്പൊ ഈക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിലെ സമത്വം, ഈക്വാലിറ്റി. അപ്പൊ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താ? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ഡെമോക്രസി എന്ന് പറഞ്ഞാല് ജനാധിപത്യം, മനസ്സിലായോ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ ദി പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി. ഫോർ ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ, ഫ്രം ദി പീപ്പിൾ, മനസ്സിലായോ? ഇത് മൂന്നും കൂടിയതാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്, മനസ്സിലായോ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധികൾ കൂടി ഭരിക്കുന്ന രാജ്യത്തിന് പറയുന്നതാണ് എന്ത്? ജനാധിപത്യം, മനസ്സിലായോ? അതിൽ ആർക്കാണ് പ്രധാനമായും പങ്കുള്ളത്? ആ നാട്ടിലെ സാധാരണ എല്ലാ ജനങ്ങൾക്കുമാണ് ഇന്ത്യൻ ഡെമോക്രസിയിൽ പ്രാതിനിധ്യം നൽകുന്നത്, മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോ ജനാധിപത്യം എന്ന് പറഞ്ഞാല് നമ്മള് MP-മാരെയും MLA-മാരെയും ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുന്നു. ആരെയാണോ നമുക്ക് വേണ്ടത് അവരെ തിരഞ്ഞെടുക്കുന്നു. അവര് സ്റ്റേറ്റ് ആയിട്ടും പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് സുരക്ഷ നൽകുന്നു, മനസ്സിലായോ? അപ്പം ഫോർ ദി പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി,
ജനങ്ങൾക്ക് വേണ്ടി ആരാ തെരഞ്ഞെടുക്കുന്നത്? ബൈ ദി പീപ്പിൾ. ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുന്നു. ആരിൽ നിന്ന്? ഫ്രം ദി പീപ്പിൾ. ജനങ്ങളിൽ നിന്നും ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന പ്രക്രിയക്കാണ് എന്താ പറയാ? ഡെമോക്രസി എന്ന് പറയുക. മനസ്സിലായല്ലോ? ഡെമോക്രസിക്ക് ധാരാളം ഡെഫിനിഷനുകളുണ്ട്. അപ്പോ ഈക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി. യൂണിറ്റ് 1 ഈക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസിയിലെ ഇന്ത്യൻ ജനാധിപത്യ ഇന്ത്യയിലെ സമത്വം. മനസ്സിലായോ? ജനാധിപത്യ ഇന്ത്യയിലെ സമത്വം. ഓൺ ഈക്വാലിറ്റി, സമത്വത്തെ കുറിച്ച് നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാം. ഓൺ ഈക്വാലിറ്റി എന്ന സബ് ടൈറ്റിൽ പറയുന്നു എന്ത്? ഇന്ത്യ ഈസ് എ ഡെമോക്രസി. ഇന്ത്യ ഈസ് എ ഡെമോക്രസി. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകുന്നു. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. മനസ്സിലായോ? ഇന്ത്യ ഈസ് എ ഡെമോക്രസി. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകുന്നു. ഇൻ ദി ക്ലാസ് 6th ബുക്ക്. മനസ്സിലായോ? 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ, അതോ കഴിഞ്ഞ കൊല്ലത്തെ സെക്കൻഡറി ഫസ്റ്റ് ഇയറിൽ ആദ്യ വർഷത്തിൽ പഠിച്ചു എന്ത്? വി ലുക്ക്ഡ് അറ്റ് ദി key elements of democratic government. We looked at key elements. Key elements എന്ന് പറഞ്ഞാൽ key elements മുഖ്യ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. മനസ്സിലായോ? ഓൺ ഈക്വാലിറ്റി സമത്വത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓൺ ഈക്വാലിറ്റിയെ കുറിച്ച്, സമത്വത്തെ കുറിച്ച്. ഇന്ത്യ ഈസ് എ ഡെമോക്രസി. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകുന്നു. ഇൻ ദി ക്ലാസ് 6th ബുക്ക്. മനസ്സിലായോ? 6ാം ക്ലാസ്സിലെ ബുക്കിൽ, അഥവാ കഴിഞ്ഞ ഫസ്റ്റ് സെക്കൻഡറി സെക്കൻഡ് ഇയറിലെ ബുക്കുകളിൽ വി ലുക്ക്ഡ് അറ്റ് ദി കീ എലമെന്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. മനസ്സിലാവുന്നല്ലോ? വി ലുക്ക്ഡ് അറ്റ് ദി കീ എലമെന്റ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ പ്രധാന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ജനാധിപത്യ ഗവൺമെന്റിന്റെ പ്രധാന ഘടകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. കീ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മുഖ്യ ഘടകങ്ങൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? We looked at the key elements of a democratic government. ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. These include, അവ ഏതൊക്കെയാണ്? കീ എലമെന്റ്, പ്രധാനപ്പെട്ട ഘടകങ്ങൾ. These include, അത് ഉൾക്കൊള്ളിക്കുന്നു എന്തൊക്കെ? പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. മനസ്സിലായോ? ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. ആ കീ എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരിക്കുന്നു. ആ കീ എലമെന്റ്സ് എന്തൊക്കെയാണ്? ജനങ്ങളുടെ പങ്കാളിത്തം ഒന്ന്. രണ്ടാമത്തത് ദി റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രമേയം. എന്തിന്റെ പ്രമേയം? ഓഫ് കോൺഫ്ലിക്റ്റ്, സംഘട്ടനങ്ങളുടെ. മനസ്സിലായോ? റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ്, സംഘട്ടനങ്ങളുടെ പ്രമേയങ്ങൾ. മനസ്സിലായോ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം സംഘട്ടനങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? സ്വേച്ഛാധിപത്യങ്ങൾക്കെതിരെയും പിന്നെ അങ്ങനെയുള്ള ഓരോരോ ഗവൺമെന്റിനെതിരെയും ജനങ്ങൾ സംഘടിച്ച് പോരാടിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ്. മനസ്സിലാകുന്നുണ്ടല്ലോ? റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് വെറും ജനങ്ങളുടെ പങ്കാളിത്തം മാത്രമല്ല, പിന്നെ ധാരാളം സംഘടനകളും ജനാധിപത്യ ഗവൺമെന്റിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആൻഡ് ഈക്വാലിറ്റി, സമത്വം ഉൾക്കൊള്ളുന്നു. പിന്നെ എന്തും ഉൾക്കൊള്ളിക്കുന്നു? ജസ്റ്റിസ്, നീതി. ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഉൾക്കൊള്ളുന്ന
ഈ പ്രധാന ഘടകങ്ങളാകുന്നു, കീ എലമെന്റ്സ് ആകുന്നു. ഏതൊക്കെ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? പാർട്ടിസിപ്പേഷൻ, പിന്നെ എന്ത്, ജസ്റ്റിസ്, പിന്നെ ഈക്വാലിറ്റി. ഇവകളൊക്കെ എന്താകുന്നു? ജനാധിപത്യ ഗവൺമെന്റിന്റെ പ്രധാന ഘടകങ്ങളാകുന്നു. Equality is a key feature of a democracy. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈക്വാലിറ്റി, സമത്വം എന്നുള്ളത്, ഈക്വാലിറ്റി ഈസ് എ കീ ഫീച്ചർ, ഒരു പ്രധാന സവിശേഷതയാകുന്നു. ഫീച്ചർ എന്ന് പറഞ്ഞാൽ സവിശേഷത. ഈക്വാലിറ്റി ഈസ് എ കീ ഫീച്ചർ ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകല്ലാകുന്നു ഏത്? ഈക്വാലിറ്റി എന്നുള്ളത്, സമത്വം എന്നുള്ളത് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാകുന്നു ഈക്വാലിറ്റി, സമത്വം. ആൻഡ് ഇൻഫ്ലുവൻസ് അതെന്താകുന്നു? സ്വാധീനിക്കുന്നു. ഇൻഫ്ലുവൻസ് സ്വാധീനിക്കുന്നു. ഓൾ ആസ്പെക്ട് ഓഫ് ദി ഇറ്റ്സ് ഫങ്ഷനിങ്. മനസ്സിലായോ? ഏത് ഈക്വാലിറ്റി എന്നുള്ള, സമത്വം എന്നുള്ളത് ഇൻഫ്ലുവൻസസ്, അത് സ്വാധീനം ചെലുത്തുന്നു. ഓൾ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്സ് ഫങ്ഷനിങ്, ഈ ഗവൺമെന്റിന്റെ എല്ലാ തല പ്രവർത്തനങ്ങളെയും അത് സ്വാധീനം ചെലുത്തുന്നു. ഫങ്ഷനിങ് എന്ന് പറഞ്ഞാല് പ്രവർത്തനം. എന്തിന്റെ പ്രവർത്തനം? ആ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ അത് മുഖ്യമായും പങ്കുവഹിക്കുന്നുണ്ട്. ഡെമോക്രസി ആൻഡ് ഇൻഫ്ലുവൻസ്, അത് സ്വാധീനം ചെലുത്തുന്നു. ഓൾ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്സ് ഫങ്ഷനിങ്, ദി ഗവൺമെന്റിന്റെ ഓരോരോ പ്രവർത്തനങ്ങളെയും അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇൻ ദിസ് ചാപ്റ്റർ, ഈ പാഠത്തിൽ യു വിൽ റീഡ് മോർ അബൌട്ട് ഈക്വാലിറ്റി, സമത്വത്തെ കുറിച്ച് ധാരാളം വായിക്കാൻ സാധിക്കും. എന്തൊക്കെ? വാട്ട് ഇറ്റ് ഈസ്, ഇത് എന്താകുന്നു? ഏത്? ഈക്വാലിറ്റി എന്നുള്ളത് എന്താകുന്നു? വാട്ട് ഈസ് ഈക്വാലിറ്റി, ഈക്വാലിറ്റി എന്നുള്ളത് എന്താണ് എന്ന് താങ്കൾ വായിക്കും. പിന്നെ എന്തും വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ എ ഡെമോക്രസി, ഒരു ജനാധിപത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് അത് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്? വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ എ ഡെമോക്രസി, ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ ഈക്വാലിറ്റി എന്നുള്ളത് എന്തുകൊണ്ട് മർമ്മപ്രധാനമായി കാണുന്നു? ആൻഡ് വെദർ ഓർ നോട്ട് എവരിവൺ ഈസ് ഈക്വൽ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഓരോരുത്തരും സമന്മാരാണോ? എല്ലാവരും ജനാധിപത്യ ഇന്ത്യയിൽ എല്ലാ ജനങ്ങളും സമമാണോ? തുല്യമാണോ? വെദർ ഓർ നോട്ട്, ആണോ അല്ലയോ? ജനാധിപത്യ ഇന്ത്യയിൽ എല്ലാവരും സമന്മാരാണോ അല്ലയോ എന്നും ഈ പാഠത്തിൽ നമുക്ക് വായിക്കാം. ലെറ്റ് us begin, നമുക്ക് തുടങ്ങാം. ബൈ ലുക്കിംഗ് അറ്റ് കാന്ത സ്റ്റോറി, കാന്ത എന്ന ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് പാഠം തുടങ്ങാം. മനസ്സിലായോ? ഇതാണ് പാഠം തുടങ്ങുന്ന രീതി. ഓൺ എലക്ഷൻ ഡേ, മനസ്സിലായോ? ശരിക്ക് ജനാധിപത്യ ഇന്ത്യയിൽ പാഠത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ജനാധിപത്യ ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യമായി കിട്ടുന്ന ഒരേ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. അതെന്താ? ഇലക്ഷൻ. പക്ഷെ അതിനും ഇപ്പോ അഴിമതികൾ നടക്കുന്നു. മനസ്സിലായോ? പലരുടെയും പേരുകൾ വെട്ടി വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. മനസ്സിലാകുന്നല്ലോ? അപ്പൊ ഇതിങ്ങനെ പറയാൻ കാരണം അന്ന് ഇലക്ഷന്റെ ടൈമിൽ എല്ലാവരും ഉണ്ടാവും, ഇവിടെ വരിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പണക്കാരുണ്ടാവും, തൊഴിലാളികളുണ്ടാവും, മുതലാളികളുണ്ടാവും, ധനികരുണ്ടാവും, പിന്നെ ദരിദ്രരുണ്ടാവും, വിദ്യാഭ്യാസമുള്ളവരുണ്ടാവും, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടാവും, കറുത്തവർ, വെളുത്തവർ, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയമാണ് ഇത് ഇലക്ഷന്റെ സമയം. മനസ്സിലായോ? അപ്പോ ആ ഇലക്ഷന്റെ സമയത്തുള്ള ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഓൺ ഇലക്ഷൻ ഡേ, തെരഞ്ഞെടുപ്പ് ദിവസം, കാന്ത ആൻഡ് ഹെർ ഫ്രണ്ട് സുജാത ആർ വെയിറ്റിംഗ് ടു കാസ്റ്റ് their votes. കാസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞാല്
വോട്ട് രേഖപ്പെടുത്തുക. മനസ്സിലായോ? കാസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞാൽ വോട്ട് രേഖപ്പെടുത്തുക. സുജാതയും അവളുടെ ചങ്ങാതിയും ഇലക്ഷൻ ദിവസം കാന്ത ആൻഡ് ഹെർ ഫ്രണ്ട് സുജാത ആർ വെയിറ്റിംഗ് ടു കാസ്റ്റ് their votes. സുജാതയും കാന്തയും കാന്തയുടെ സുഹൃത്ത് സുജാതയും. മനസ്സിലായോ? കാന്ത ആൻഡ് സുജാത ഈ രണ്ട് സ്ത്രീകളും ആർ വെയിറ്റിംഗ് അവര് കാത്തിരിക്കുകയായിരുന്നു. എന്തിനേക്ക് കാത്തിരിക്കുകയാണ്? ടു കാസ്റ്റ് their vote അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ കാത്തിരിക്കുകയാണ്. Is not it good, Suja, that we can all vote as equal citizens of our country? Isn't it good? ഇത് നല്ലതല്ലേ? Isn't it good? ഇത് നല്ലതല്ലേ? സുജ എന്ന് പറഞ്ഞാല് ആ സുജാന്റെ നമ്മൾ പേര് ചുറ്റി വെക്കില്ല അങ്ങനെ. സുജ ഇത് നല്ലതല്ലേ? എന്ത്? എന്തെന്നാൽ we can all നമുക്ക് എല്ലാവർക്കും സാധിക്കും. എന്തിനിക്ക്? വോട്ട് രേഖപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയുന്നു. ആസ് ഈക്വൽ സിറ്റിസൺ തുല്യ പൗരരായി. മനസ്സിലായോ? സിറ്റിസൺ എന്ന് പറഞ്ഞാല് പൗരർ. മനസ്സിലായോ? പൗരന്മാരായിക്കൊണ്ട് ഈക്വൽ പൗരന്മാരായിക്കൊണ്ട് എല്ലാവരും തുല്യ പൗരന്മാരാണ് ഇവിടെ വോട്ട് ചെയ്യുന്ന സമയം. മനസ്സിലായോ? വി കാൻ ഓൾ വോട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. എന്തിരിക്കും? വോട്ട് ചെയ്യാൻ സാധിക്കും. ആസ് ഈക്വൽ സിറ്റിസൺസ് ഓഫ് അവർ കൺട്രി നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ തുല്യ പൗരന്മാരായിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇവൻ ജെയിൻ സാഹിബ്. മനസ്സിലായോ? ജെയിൻ സാഹിബ് എന്ന് പറഞ്ഞാല് ആ നാട്ടിലെ ഒരു പ്രമാണിയാണ്. ഇവൻ ജെയിൻ സാഹിബ് പോലും ഈ സ്റ്റാൻഡിങ് അദ്ദേഹം പോലും നിൽക്കുകയാണ്. ഇൻ ദിസ് ലൈൻ ഈ വരി ഈ ക്യൂയിൽ നമ്മോടൊപ്പം ആരൊക്കെ? ജെയിൻ സാഹിബ് പോലും നമ്മോടൊപ്പം വരിയിൽ നിൽക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോ തെരഞ്ഞെടുപ്പ് സമയം കാന്തയും അവരുടെ ചങ്ങാതിയുമുള്ള സംഭാഷണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നല്ലൊരു പ്രക്രിയയല്ലേ? എന്താ കാരണം? നമുക്ക് എല്ലാവർക്കും എല്ലാ പൗരന്മാർക്കും ഒരേപോലെ വരിയിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ സാധിക്കും. ഇവൻ ജെയിൻ സാഹിബ് ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ പേരാണ് ജെയിൻ സാഹിബ്. ആ ജെയിൻ സാഹിബിന് പോലും വോട്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? വരിയിൽ നിന്നുകൊണ്ട്. യെസ്. അപ്പോൾ സുജാത പറയുകയാണ് യെസ് അതെ ഇതൊരു നല്ലൊരു സിസ്റ്റമാണ്. എല്ലാവർക്കും ഒരേപോലെ വരിയിൽ നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം അതൊരു നല്ലൊരു സിസ്റ്റമാണെന്ന് സുജാത സമ്മതിക്കുന്നു. അപ്പൊ അതിനുശേഷം ഗോ ഓൺ എന്ന് പറഞ്ഞാൽ തുടരുക അഥവാ മുമ്പോട്ടേക്ക് പോകൂ. ഗോ ഓൺ മുമ്പോട്ടേക്ക് പോകൂ. ഇറ്റ് ഈസ് യുവർ ടേൺ. സുജാത പറയാ ഗോ ഓൺ മുമ്പോട്ട് പോകൂ. ഇറ്റ് ഈസ് യുവർ ടേൺ അഥവാ നീ പോയി വോട്ട് ചെയ്യൂ. ഇത് നിന്റെ ഊഴമാകുന്നു. അതുകൊണ്ട് കാന്ത നീ പോയി വോട്ട് ചെയ്യൂ. അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടിംഗ് മെഷീന്റെ അടുത്തേക്ക് ആരെത്തുന്നു? കാന്ത എത്തുന്നു. അപ്പോൾ കാന്ത പറയുന്നു ഐ വിൽ വോട്ട്. ഞാൻ വോട്ട് ചെയ്യും, വോട്ട് രേഖപ്പെടുത്തും. ഫോർ ദി കാൻഡിഡേറ്റ് മത്സരാർത്ഥിക്ക് അഥവാ ഇലക്ഷനിൽ മത്സരിക്കുന്ന മത്സരാർത്ഥിക്ക് ഞാൻ വോട്ട് ചെയ്യും. ആർക്ക്? ഹു ഹാസ് പ്രോമിസ്ഡ്. അദ്ദേഹം വാക്ക് നൽകിയിട്ടുണ്ട്. ടു ബ്രിങ് പൈപ്പ് വാട്ടർ ടു അവർ ഏരിയ. നമ്മുടെ പ്രദേശത്തേക്ക് പൈപ്പ് ലൈൻ കൊണ്ടുവരുമെന്ന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് രേഖയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോ അദ്ദേഹം അങ്ങനെയുള്ള ഒരു മത്സരാർത്ഥിക്ക് ഞാൻ വോട്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ ഓഫർ എന്താ? ഞാൻ നിങ്ങളുടെ ഏരിയയിലേക്ക് പൈപ്പ് വെള്ളം ഞാൻ ഇവിടെ എത്തിക്കും എന്ന അദ്ദേഹത്തിന്റെ ഓഫർ ചെയ്തിരുന്നു. അങ്ങനെയുള്ള മത്സരാർത്ഥിക്ക് ഞാൻ വോട്ട് ചെയ്യുമെന്ന് കാന്ത പറഞ്ഞു. ആഫ്റ്റർവാർഡ്സ് അങ്ങനെ കാന്തയും സുജാതയും ഒക്കെ വോട്ട് ചെയ്ത്
നടന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞത് നമ്മുടെ ജെയിൻ സാഹിബ് പോലും നമ്മോടൊപ്പം വരിയിൽ നിൽക്കുകയാണെന്ന് കാന്ത സൂചിപ്പിച്ചിരുന്നു സുജാതയോട്. അങ്ങനെ we will see you later, നമുക്ക് പിന്നീട് കാണാം. കാന്ത, നമുക്ക് പിന്നീട് കാണാമെന്ന് ആര് പറഞ്ഞു? നേരത്തെ ട്രെയിൻ നിന്നിരുന്ന ജെയിൻ സാഹിബ് പറഞ്ഞു. നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാന്തയോടും സുജാതയോടും ജെയിൻ സാഹിബ് പറഞ്ഞു എന്ത്? നമുക്ക് പിന്നെ കാണാം. മനസ്സിലായല്ലോ? ജെയിൻ സാഹിബ് എന്താ? പ്രമാണിയാണ്. അപ്പോ ഇവര് ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളാണ്. ജെയിൻ സാഹിബ് നാട്ടിലെ പ്രമാണി. അപ്പൊ വോട്ട് ചെയ്ത് തന്റെ വാഹനത്തിലേക്ക് തിരിച്ചു പോകുന്ന ജെയിൻ സാഹിബ് കാന്ത സുജാതയെ കണ്ടിട്ട് അവരോട് പറഞ്ഞു we will meet later, നമുക്ക് പിന്നീട് കാണാം. അപ്പോ സുജാത പറയാം യെസ് നമസ്തേ സാഹിബ്, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞു. ആര്? സുജാത. അങ്ങനെ ഈ സുജാതയുടെ ഒരു മകളുടെ പേരാണ് ഗുഡിയ. മനസ്സിലായോ? ഗുഡിയ has been running fever. ഗുഡിയക്ക് നന്നായി പനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുഡിയ has been running fever. ഗുഡിയ എന്ന തന്റെ സുജാതയുടെ മകൾക്ക് നന്നായി പനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുജാത പറയാം കേട്ടോ, ഗുഡിയ ഹാസ് ബീൻ റണ്ണിംഗ് ഫീവർ. സുജാത ഗുഡിയക്ക് നന്നായി പനിക്കുന്നുണ്ട്. ഐ ഹാവ് ടു ടേക്ക് ഹർ ടു ഹോസ്പിറ്റൽ. എനിക്ക് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. എനിക്ക് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. But I will have to finish the work at Sahib's home first. പക്ഷേ എനിക്ക് ഗുഡിയ എന്ന എന്റെ മകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ I will have to finish the work at Sahib's home first. പക്ഷേ ആദ്യം എനിക്ക് സാഹിബിന്റെ വീട്ടിലെ വീട്ടുജോലികൾ തീർക്കേണ്ടതുണ്ട്. പക്ഷേ I have to finish the work at Sahib's home first. സാഹിബിന്റെ വീട്ടിലെ വീട്ടുജോലികൾ എനിക്ക് ആദ്യം തീർക്കേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്തിനാ? ഗുഡിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടും പ്രാധാന്യം എന്തിനായിരുന്നു? സാഹിബിന്റെ വീട്ടിലെ വീട്ടുജോലികൾ ചെയ്യാൻ. കാരണം എന്താ? ഈ സുജാത എന്ന സ്ത്രീ വീട്ടുജോലികൾ ചെയ്ത് തന്റെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയായിരുന്നു ആര്? സുജാത. സുജാത വർക്ക് ചെയ്യുന്നത് ആരെയായിരുന്നു? ആ നാട്ടിലെ പ്രമാണിയായ ജെയിൻ സാഹിബിന്റെ വീട്ടിലാണ്. അപ്പൊ എനിക്ക് ഗൗഡിയ എന്ന എന്റെ മകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ജെയിൻ സാഹിബിന്റെ വീട്ടിലെ വീട്ടുജോലികൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്നിട്ട് പിന്നെ കഴിഞ്ഞോ? ഇല്ല. ആസ്ക് ഫോർ സം അഡ്വാൻസ്. മനസ്സിലായോ? എന്നിട്ട് വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് കുറച്ച് അഡ്വാൻസ് ചോദിച്ച് വാങ്ങേണ്ടതുമുണ്ട്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നൽകുന്നത്. അഥവാ ഒരു വീട് വെക്കുന്നതാണെങ്കിൽ അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ജോലി ചെയ്ത് അപ്പൊ മുൻകൂട്ടി വാങ്ങുന്ന പൈസ എന്താണെന്ന് പറയാ? അഡ്വാൻസ്. മനസ്സിലായോ? അങ്ങനെ മാസം എത്തുന്നതിന് മുമ്പ് എനിക്ക് അഡ്വാൻസ് വാങ്ങേണ്ടതുമുണ്ട് എന്ന് സുജാത കാന്തയോട് പറഞ്ഞു. അങ്ങനെ സുജാത വീട്ടിലെത്തി. അറ്റ് ഹോം, വീട്ടിലെത്തിയ സുജാത ഹിയർ ഹാവ് സം ഓഫ് ദിസ്. നല്ല ചൂടുള്ള കാപ്പി കൊണ്ടു തന്റെ ചായ കൊണ്ടു കൊടുത്ത് തന്റെ ഗുഡിയ എന്ന മകളോട് പറയുന്നു ഹിയർ ഹിയർ ഹാവ് സം ഓഫ് ദിസ്. കുറച്ച് അല്പം ഇത് കുടിക്കൂ എന്ന് സുജാത മകളോട് പറഞ്ഞു. യു വിൽ ഫീൽ ബെറ്റർ. നിനക്ക് കുറച്ച് കഴിഞ്ഞ ഒരു ആശ്വാസം ലഭിക്കും. ഇത് കുടിക്കൂ. അല്പസമയ ശേഷം നിനക്കൊരു സമാധാനം ലഭിക്കും. യു വിൽ ഫീൽ ബെറ്റർ. നിനക്ക് സമാധാനം ലഭിക്കും. And when I get back in evening. വൈകുന്നേര സമയത്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ. When I get back in the evening. വൈകുന്നേര സമയത്ത് ഞാൻ തിരിച്ചു വരുന്ന സമയം. We will go to the hospital. ആശുപത്രിയിലേക്ക് നമുക്ക് പോകാം എന്ന്
സുജാത തന്റെ മകളായ ഗുഡിയ എന്നവളോട് പറയുന്നു. ഇത് കുടിക്കൂ, നിനക്കൊരു ആശ്വാസം ലഭിക്കും എന്ന് പറഞ്ഞു. ഞാനങ്ങനെ തന്റെ ജെയിൻ സാഹിബിന്റെ വീട്ടിലെ ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വി വിൽ ഗോ ഹോസ്പിറ്റൽ, ആശുപത്രിയിലേക്ക് നമുക്ക് പോവാം, ആതുരാലയത്തിലേക്ക് നമുക്ക് പോവാം എന്ന് സുജാത തന്റെ ഗുഡിയ എന്ന മകളോട് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്നും ഗുഡിയ എന്ന മകൾക്ക് ചായ കൊടുത്തതിന് ശേഷം സാഹിബിന്റെ വീട്ടിലെ വീട്ടുജോലികൾ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട സുജാത കാണുന്നത് ഇറ്റ് ഈസ് നോട്ട് വണ്ടർ, ഇതൊരു അത്ഭുതമല്ല. മനസ്സിലായോ? ഇറ്റ് ഈസ് നോട്ട് വണ്ടർ, ഇതൊരു അത്ഭുതമല്ല. ദാറ്റ് എന്തെന്നാൽ ഗുഡിയ ഫാൾ ഇൽ ഓഫൻ, പലപ്പോഴൊക്കെ ഗുഡിയ എന്തായിട്ടുണ്ട്? രോഗിയായിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഗുഡിയ ഫാൾസ് ഇൽ ഓഫൻ, ചിലപ്പോഴൊക്കെ എന്ത് എന്റെ മകൾ ഗുഡിയ രോഗിയായി കിടക്കാറുണ്ട്. ഇതൊരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. കാരണം ദി ബസ്തി, നമ്മുടെ നാട് ഈസ് നെവർ ക്ലീൻ, ഒരിക്കലും ശുദ്ധിയാക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? എപ്പോഴും ഒരിക്കലും ക്ലീൻ ആയി കിടക്കുന്നില്ല. ഇറ്റ് ഈസ് നെവർ ക്ലീൻ, ഇതൊരിക്കലും ക്ലീൻ ചെയ്യപ്പെട്ടിട്ടില്ല, വൃത്തിയാക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ കാണാൻ നിങ്ങൾക്കിവിടെ എന്ത് കേട്ടോ, സുജാത സാഹിബിന്റെ വീട്ടിലെ വീട്ടുജോലികൾ ചെയ്യുന്നു. മേക്ക് ഷുവർ, അപ്പോ സാഹിബിന്റെ വൈഫ് പറയുകയാണ്, മേക്ക് ഷുവർ, ഉറപ്പുവരുത്തൂ. എന്ത്? ടു ഡു കോർണേഴ്സ് പ്രോപ്പർലി. മനസ്സിലാകുന്നല്ലോ? മേക്ക് ഷുവർ ടു ഡു ദി കോർണേഴ്സ് പ്രോപ്പർലി, നന്നായി കൊണ്ട് ഓരോരോ മുക്കുമൂലകളും ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. മനസ്സിലായോ? സാഹിബിന്റെ വൈഫ് പറയുകയാണ്, മേക്ക് ഷുവർ, ഉറപ്പുവരുത്തുക. എന്ത്? ടു ഡു ദി കോർണേഴ്സ് പ്രോപ്പർലി, ശരിയായ വിധം ഓരോരോ മുക്കുമൂലകളും ശരിയായി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന് ആര് പറഞ്ഞു? സാഹിബിന്റെ വൈഫ് ഓർഡർ നൽകി. അങ്ങനെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അഡ്വാൻസ് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ആരോട്? കാന്തയോട്. അങ്ങനെ അഡ്വാൻസ് ചോദിക്കുന്നു. ഹിയർ ഈസ് യുവർ അഡ്വാൻസ്. മനസ്സിലായോ? നിന്റെ അഡ്വാൻസ് ഇവിടെ, ഇതാ നിന്റെ അഡ്വാൻസ്, ഇതാ നിന്റെ അഡ്വാൻസ് എന്ന് തന്റെ വൈഫ് പറഞ്ഞു. ശേഷം ഒരു കൽപ്പനയും, ഡോണ്ട് മേക്ക് എ ഹാബിറ്റ് ഓഫ് ഇറ്റ്, ഇതൊരു ശീലമാക്കി എടുക്കണ്ട. കുറച്ച് ജോലി ചെയ്ത് അഡ്വാൻസ് വാങ്ങി പോകുക എന്നുള്ളത് ഡോണ്ട് മേക്ക് ഇറ്റ് എ ഹാബിറ്റ്, ഇതൊരു ശീലമാക്കി എടുക്കണ്ട എന്ന് സുജാതയോട് പറഞ്ഞു. അങ്ങനെ ദാറ്റ് ഈവനിങ്, അങ്ങനെ അഡ്വാൻസ് ഒക്കെ വാങ്ങി വൈകുന്നേരം വീട്ടിലെത്തിയ സുജാത, ജസ്റ്റ് ഫ്യൂ മോർ മിനിറ്റ്സ് ബേട്ടി, മകളെ ഒരു അല്പം സമയം കൂടി. അങ്ങനെ ആരെയും കൂടി? ഗുഡിയ എന്ന മകളെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോകുന്നു. മനസ്സിലായി? ആശുപത്രിയിൽ ഡോക്ടറുടെ മുമ്പിലേക്ക് എത്തുന്നു. ആരെ? സുജാത എന്ന സ്ത്രീ, നാടൻ സ്ത്രീ. അങ്ങനെ ബേട്ടിയോട്, ക്ഷീണിച്ചിരിക്കുന്ന മകളോട് പറയുകയാണ്, ജസ്റ്റ് ഫ്യൂ മോർ മിനിറ്റ്സ് ബേട്ടി, അല്പം നിമിഷങ്ങളും കൂടി മകളെ, അല്പം സമയം കൂടി, ഒന്ന് അടങ്ങിയിരിക്കൂ. അപ്പോ എന്നിട്ട് തന്റെ നേരത്തെ ഇവര് എല്ലാവരും ഒരുപോലെ ലൈനിൽ നിന്ന സമയം ആർക്ക് ഓർമ്മ വരുന്നു? സുജാതയ്ക്ക് ഓർമ്മ വരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? നേരത്തെ ഇവര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് ലൈനായി വരിയായി നിന്നിരുന്നു. ആരൊക്കെ? കാന്തയും സുജാതയും പിന്നെ ജെയിൻ സാഹിബും എല്ലാവരും തുല്യമായി ഈക്വലായി ഒരു സ്ഥലത്ത് നിന്നിരുന്നു. എല്ലാവർക്കും തുല്യാവകാശം ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സുജാത ഇപ്പോഴും ഒരു സ്ഥലത്ത് വരി നിൽക്കുകയാണ്. അപ്പോൾ സുജാതയ്ക്ക് ഓർമ്മ വരുന്നു ജെയിൻ മാഡം ആൻഡ് ജെയിൻ സാഹിബ്. ജെയിൻ സാഹിബിന്റെ വൈഫും മേ സ്റ്റാൻഡ് ഇൻ ലൈൻ ടു വോട്ട്, അവര് വോട്ട് ചെയ്യാൻ വേണ്ടി ലൈനിൽ നിന്നേക്കാം. ജെയിൻ സാഹിബും ജെയിൻ സാഹിബും ജെയിൻ മാഡവും മേ സ്റ്റാൻഡ് ഇൻ ലൈൻ, അവര് ലൈനിൽ നിന്നേക്കാം, വരി നിന്നേക്കാം. എന്തിനു വേണ്ടി നിന്നേക്കാം? ടു വോട്ട്, വോട്ട് രേഖപ്പെടുത്താൻ ഇരുവരും വരിയിൽ
നിന്നേക്കാം. പക്ഷേ they never have to do it. അവര് ഒരിക്കലും ചെയ്യുകയില്ല. എന്ത് ചെയ്യുകയില്ല? വരിയിൽ നിൽക്കുകയില്ല. പക്ഷേ they never have to do it. ഇത് അവർക്ക് ഒരിക്കലും ചെയ്യേണ്ടി വരില്ല. ഏത് ചെയ്യാ? ഒരു രോഗിയെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ വരിയിൽ നിൽക്കുക എന്നത് ഒരിക്കലും അവർക്ക് ചെയ്യേണ്ടി വരില്ല. എപ്പോ? when their children are sick. അവരുടെ മക്കൾ രോഗിയായിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഒരു ആശുപത്രിയിലെ ഡോക്ടറിന് മുമ്പിൽ ഒരിക്കലും വരി നിൽക്കേണ്ടി വരില്ല. കാരണം അവർക്ക് നല്ല എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ല സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു ആശുപത്രിയിലെ ഡോക്ടറിന് മുമ്പിൽ അവർക്ക് വരി നിൽക്കേണ്ടി വരില്ല. കാരണം എന്ത്? അവര് നല്ല സാധാരണ ആശുപത്രിയിൽ വരി നിൽക്കലപ്പ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ അഥവാ ഏതെങ്കിലും ₹1 കൊടുത്ത് കാണിക്കുന്ന പ്രാഥമിക ആശുപത്രികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ആശുപത്രികളിൽ മാത്രമാണ് എന്ത് ഒരു ഡോക്ടറിന് മുമ്പിൽ വരിക്കേണ്ടി വരിക. മനസ്സിലാകുന്നുണ്ടല്ലോ? ബാക്കിയുള്ള നല്ല ഹൈ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകൾക്ക് ഒരിക്കലും വരിക്കേണ്ടി വരില്ല. കാരണം അവിടെ ആള് കുറവായിരിക്കും. അപ്പൊ നേരിട്ട് പോയി കണ്ടാൽ മതി. അതാണ് ഏത് സുജാത തന്റെ മനസ്സിലൊന്ന് ആലോചിച്ചത്. അപ്പൊ ഈ ജെയിൻ സാഹിബും ജെയിൻ മാഡവും ചിലപ്പോൾ വരി നിന്നേക്കാം. എന്തിനു വേണ്ടി വരി നിന്നേക്കാം? ടു വോട്ട്. അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അവര് വരി നിന്നേക്കാം. പക്ഷേ ഒരിക്കലും അവർക്ക് വരി നിൽക്കേണ്ടി വരികയില്ല. എന്തിനു വേണ്ടി? when their children are sick. അവരുടെ മക്കൾ രോഗിയായിരിക്കെ അവർക്ക് ഒരിക്കലും വരി നിൽക്കേണ്ടി വരികയില്ല. ഈ ഒരു സംഭാഷണത്തിൽ ചിത്രകഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം എന്ത്? ഈക്വാലിറ്റി എന്നുള്ളത് വെറും ഇന്ത്യയിൽ വാമൊഴി മാത്രമേ ഉള്ളൂ. പ്രാവർത്തികമായി ആർക്കും ഈക്വാലിറ്റി സമത്വം ലഭിക്കുന്നില്ല. മനസ്സിലായോ? സമത്വം ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും പണിയെടുക്കാനുള്ള അവസരമുണ്ട്, എല്ലാവർക്കും തുല്യ വേതനം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ആശുപത്രിയുടെ മുമ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഒരു ചിത്രകഥയാണ്. അപ്പൊ ഈ ചിത്രകഥയിൽ നിന്ന് തന്നെ ഇന്നത്തെ ഇന്ത്യയിലെ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോ ഇനി ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈക്വൽ റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള ഈക്വൽ ആയ തുല്യ അവകാശം, ഈക്വൽ റൈറ്റ്, തുല്യ അവകാശം എന്തിന്? ടു വോട്ട് രേഖപ്പെടുത്താനുള്ള തുല്യ അവകാശം എന്നൊരു ചാപ്റ്റർ വരുന്നുണ്ട്. അതിൽ നമുക്ക് എന്താണ് വോട്ട്, ഈ വോട്ടിന്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ പാഠത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ പാഠം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഇനി ഈ പാഠത്തിന്റെ ടെക്സ്റ്റ് ഇത് ഫോട്ടോ എടുത്താക്കുന്നതിനെക്കാട്ടുന്നത് വീഡിയോന്റെ അടിയിൽ ഞാൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ നോക്കിയാൽ ടെക്സ്റ്റും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി താഴെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ അടിയിലൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.